മാംഗോൻ്റെ സീസണൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അതേ മാംഗോ സാഗോൻ്റെ റെസിപ്പി കണ്ടത്. എന്തായാലും എല്ലാ സംഭവവും എൻ്റെ കയ്യിലുണ്ട്, ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഒരു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാഗോ, അതായത് നമ്മുടെ ചവ്വരി വേവിച്ചതെടുത്തിട്ടുണ്ട്. കുതിർത്തിട്ട് വേവിക്കണമെങ്കിൽ കുറച്ചും കൂടെ വേഗം അല്ലെങ്കിലും വേഗോട്ടോ ഗൈസ്. പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. മാങ്ങക്ക് നല്ല മധുരം ഉണ്ടെങ്കിലും മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ കുറച്ചും കൂടെ മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെടുത്ത്. പിന്നെ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ മാംഗോൻ്റെ പൾപ്പും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഗ്ലാസ്സോ ബൗളോ എടുക്കുക. അതിലിട്ട് നമ്മൾ ആ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോൻ്റെ പൾപ്പില്ല, അതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ. നല്ല പൾപ്പായിട്ട് തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നല്ല തിക്ക് പൾപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2-3 നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ഞാനാണെങ്കിൽ ഒരു മാങ്ങ വെച്ച് 4 പേർക്കാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത്. വീട്ടിലെല്ലാവർക്കും വേണം. പിന്നെ കുട്ടികൾക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാഗോ ഇടുക. സാഗോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. സാഗോ നമ്മൾ കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ലൊരു പുഡിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാനിപ്പോൾ ഇതൊരു ഡ്രിങ്കിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഗൈസ് എടുക്കുന്നത്. അതുകൊണ്ട് അധികം സാഗോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് അത്ര മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. നിങ്ങളുടെ മാംഗോൻ്റെ ഷുഗർ അനുസരിച്ച്, നിങ്ങളുടെ മാംഗോന് ഉള്ള മധുരം അനുസരിച്ചാണ് ആഡ് ചെയ്യേണ്ടത്. എൻ്റെ മാംഗോയ്ക്ക് നല്ല മധുരമുണ്ട്. ഞാൻ ഇതും കൂടി ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തിരി മധുരം കൂടിപ്പോയി, എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ആവശ്യത്തിനിടുക. തേങ്ങാപ്പാൽ കുറച്ചിട്ടിട്ട് സാഗോ കൂടുതലിട്ടാൽ ഞാൻ പറഞ്ഞില്ലേ പുഡിങ് കൺസിസ്റ്റൻസി കിട്ടും. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതലിട്ടിട്ട് ഒരു ഡ്രിങ്കിൻ്റെ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇത് 3ഉം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഒന്ന് മിക്സായിട്ട് വരണമല്ലോ. സത്യം പറഞ്ഞാൽ ഇത്ര ഉള്ളൂ ഇതിൻ്റെ കാര്യം. പിന്നെ മാംഗോൻ്റെ പീസസ് ഓപ്ഷണലാണ്. ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെ മാംഗോൻ്റെ പീസസ് കട്ട് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഉണ്ടല്ലോ ഗൈസ്, ഇത് പൾപ്പായിട്ട് കിട്ടുന്നേക്കാട്ടിയും കൂടുതലും ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു പുളിപ്പും കൂടെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും കിടുവായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഗൈസ്.